പക്ഷെ ഇപ്രാവശ്യം ഡിസംബറിൽ ശോഭയാത്ര നടന്നു. അത് ക്രിസ്തുമസ് റാലിയായിരുന്നു. പഞ്ചാബിലെ സിഖ് കമ്മ്യൂണിറ്റി വെടി തീർന്നിരിക്കുക, പേടിച്ചിരിക്കും എന്തോ സംഭവിച്ചു. അതായത് ശോഭയാത്രയെക്കാളും 4 ഇരട്ടി ജനങ്ങൾ. അതായത് പല സിറ്റികളിലാണ് നടന്നേക്കുന്നത്. അതായത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ്, ഇവരുടെ മുന്നേറ്റം. സിഖുകൾ മുഴുവനായിട്ടും ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. തോമസ് മാത്യുവിനൊക്കെ അത് വലിയ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അദ്ദേഹത്തിന് ഒരു മുസ്ലിം മതത്തിലേക്ക് കുറച്ച് ആളുകൾ കൺവേർട്ട് ആവുന്നതിനോട് വലിയ വിരോധമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്നാലോ ഇവിടെ നിന്ന് ക്രിസ്ത്യൻസിലേക്ക് പോകുന്നത് വലിയ താല്പര്യം. ഇത് തന്നെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു സാധനം. ഏതൊരു മനുഷ്യനും മനുഷ്യന് താല്പര്യമുള്ള രീതിയിൽ ഏത് മതവും സ്വീകരിക്കാൻ ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ നമുക്കതിനുള്ള അവകാശങ്ങൾ തരുന്നുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ ഏത് മതവും സ്വീകരിക്കാം. പക്ഷേ ഈ പറയുന്ന മാത്യുവിന്റെ ആ ഒരു ഇരട്ടത്താപ്പും ആ ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയും ആ ഒരു കുരുട്ടുബുദ്ധിയും വൃത്തികേടുകളൊക്കെ നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുകയാണ്.